കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിലുള്ള വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ കൂടെയായിരിക്കാൻ കർത്താവ് സഹായിക്കുന്ന വിധങ്ങൾക്ക് നന്ദി. ഈ പ്രാർത്ഥനയും വചന ശുശ്രൂഷകളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും നന്മയുമായി മാറട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായ ഒരു വാക്യം, എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അതെ, വിശ്വാസത്തിൻ്റെ നായകനാണ് യേശു. ആമേൻ. എന്താണ് വിശ്വാസം എന്നുള്ള കാര്യം തിരുവെഴുത്തിൻ്റെ എബ്രായ ലേഖനം 11-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു. എന്താ അവിടെ പറയുന്നത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയവുമാണ്. ഇന്ന് പകലിൽ യേശുവിനെ ഒന്ന് വിശ്വസിപ്പാൻ നമ്മൾ തയ്യാറായാൽ വിശ്വസിക്കുന്നവരാൽ ചില അടയാളങ്ങൾ നടക്കുക തന്നെ ചെയ്യും. അതെ, അവൻ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുമായ യേശുവിനെ നോക്കുക. എന്നെ കേൾക്കുന്ന ആമേൻ ആരെങ്കിലും ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ വീഡിയോ പിന്നത്തേതിൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പല വിഷയങ്ങളും, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, ഞാൻ പറയാം, നിങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യം വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ ആവശ്യങ്ങൾ നടുവിലും ഇന്നും ഒരു ദൈവിക സന്നിധിയിൽ പൂർത്തീകരണം കാണാൻ കഴിയാതെ പാതി വഴി കൊണ്ട് അസ്തമിച്ചു പോകുന്ന പല അനുഭവങ്ങളും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയാം, നിങ്ങൾ യേശുവിനെ നോക്കാമോ? മനുഷ്യരിൽ നോക്കാതെ യേശുവിനെ നോക്കാമോ? യേശുവിനെ നിങ്ങൾ നോക്കാമെങ്കിൽ വചനം പറയുന്നു, അതിന്മേലൊരു പൂർത്തീകരണം ദൈവം തരും. ആമൻ. പല കുഞ്ഞുങ്ങൾ, പല പ്രിയപ്പെട്ടവർ ഫോൺ ചെയ്ത് എന്നെ വിളിക്കുമ്പോൾ അവർ പറയാറുണ്ട്, പാസ്റ്റർ, ഞാനെല്ലാം റെഡിയാക്കി പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരും, അവസാന നിമിഷം വരുമ്പോൾ ആമൻ ഞങ്ങൾക്ക് അതിന്മേൽ ജയിക്കാൻ കഴിയുകയില്ല, ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. ഇന്ന് പകലിൽ ആമൻ അങ്ങനെ പല മേഖലകളിലും ആരംഭം കുറിച്ചു, നന്നായി കടന്നു വന്നു, പക്ഷേ അതിനകത്തൊന്നും ഒരു പൂർത്തീകരണം കാണാൻ കഴിയാതെ ഇന്ന് വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ അരുളപ്പാട് കൈമാറുകയാണ്. നിങ്ങളുടെ വിഷയത്തിനകത്ത് എൻ്റെ യേശു പ്രവർത്തിക്കാൻ പോകുന്നു. അതെ, യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു. ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഈ ദൈവശബ്ദം നിങ്ങളോട് കൈമാറുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഏതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയാത്ത, പാതി വഴി കൊണ്ട് അസ്തമിച്ചു എന്ന് ചിന്തിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അതിനകത്തൊരു പൂർത്തീകരണം വരുത്താൻ യേശുവിന് കഴിയും. നോക്ക് യേശുവിലേക്ക്, മനുഷ്യരിലേക്കല്ല നോക്കേണ്ടത്, യേശുവിലേക്ക്. സ്തോത്രം. ഈ ലോകത്തിൻ്റെ ആമേൻ മേഖലകളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. പക്ഷേ ഇന്ന് പകൽ പരാജയപ്പെടാത്ത ഒരിടമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ സന്നിധിയാണ്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ യേശുവിലേക്ക് നോക്കുക. വിശ്വാസത്തിൻ്റെ നായകനാണ്. വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആമൻ ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവാണ്. ഞാൻ ആത്മാവിൽ പറയാം, മനുഷ്യരെ നമുക്ക് അധികമായി വിശ്വസിക്കാൻ കഴിയത്തില്ല. ഇന്ന് വാക്ക് പറഞ്ഞവർ പലരും മാറിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞവർ പലരും മാറിപ്പോകാറുണ്ട്. പക്ഷേ ഇന്ന് എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ഒറ്റ വ്യക്തിയുടെ കർത്താവായ യേശുവാണ്. അതുകൊണ്ട് എൻ്റെ യേശുവിലേക്ക് നോക്കാൻ കഴിയുമോ? യേശുവിലേക്കൊന്ന് നോക്കാൻ കഴിയുമോ? നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിനകത്തൊരു പരിഹാരം ലഭ്യമാകണം. കുഞ്ഞുങ്ങളുടെ വിഷയമാകാം, ആമൻ കുടുംബ വിഷയമാകാം, നിങ്ങൾ ഇനി ഏത് വിഷയമായിരുന്നാലും, നിങ്ങളുടെ വ്യക്തിപരമായ ഏതൊക്കെ വിഷയങ്ങളായിരുന്നാലും അതിനകത്ത് കർത്താവ് ഒരു പൂർത്തീകരണം കാണാൻ ഇതേവരെ കഴിയുന്നില്ല എന്ന് ഓർത്ത് ഭാരപ്പെടുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിന് നടുവിൽ യേശു പ്രവർത്തിക്കാൻ പോകും. അതെ, കണ്ണുകളെ അടയ്ക്കാൻ കഴിയുമോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ഞങ്ങൾ നോക്കുന്നു. അപ്പാ, അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഇന്ന് പകലിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലവിധമായ വിഷയങ്ങളുടെ നടുവിൽ ഒരു പൂർത്തീകരണം കാണാൻ കഴിയാതെ പാതി വഴി കൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ, വേദനയോടെ കേൾക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ജീവിതം ഇവിടെ തീർന്നു എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അപ്പാ അങ്ങ് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അയച്ച് കർത്താവെ അവരെ ജീവിപ്പിക്കണമേ. അവർ ഇന്നത്തെ സാഹചര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരുടെ മേൽ പകരണമെന്ന് ഞങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തനുമായ യേശുവിനെ ഞങ്ങൾ നോക്കുന്നു. സ്വർഗ്ഗം അത്ഭുതങ്ങളെ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതെ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ
യേശുവിനെ നോക്കുക. അതെ, യേശുവിനെ നോക്കുക, മനുഷ്യരിലല്ല, യേശുവിനെ നോക്കുക. ആ യേശു നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പൂർത്തീകരണം വരുത്തട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.